മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് ഗ്ലാസ്സിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല പഞ്ഞി പോലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഒരുപാട് വണ്ണുള്ള നുറുക്ക് ഗോതമ്പല്ല ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് കുതിർത്തെടുക്കാം. സമയം കുറവാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നേരത്തേക്ക് കുതിർത്തെടുത്താലും മതിയാകും. ഇതിപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. നല്ല പോലെ തന്നെ നുറുക്ക് ഗോതമ്പ് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള മുട്ട ഉപയോഗിക്കാതെ അത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് നല്ല ഹൈ സ്പീഡിൽ ഞാനിവിടെ നല്ല പോലെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് വീണ്ടും ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കേക്ക് ബാറ്ററാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങളുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാലോ വെള്ളമോ ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും പോയി നിൽക്കാതെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ കൂട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കിട്ടും. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഗ്ലാസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് എടുക്കാം. ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ വെക്കുന്നതിന് പകരമാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഞാൻ എല്ലാ ഗ്ലാസും തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബേക്കായിട്ട് വരുമ്പോൾ അത് പുറത്തേക്ക് മറിഞ്ഞൊക്കെ പോയിരുന്നു. അപ്പോൾ 1/2 ഭാഗത്തോളം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഓവനൊന്നും ഇല്ലാതെയാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ ഈ ഒരു പാത്രം ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. എൻ്റെ ഗ്ലാസ് ഒരല്പം വലുതായതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തിരിക്കുന്നത്. ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും റെഡിയായി കിട്ടും. ഇതിപ്പോൾ 40 മിനിറ്റ് നേരം ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/4 ഭാഗത്തോളം ഞാൻ കൂട്ടൊഴിച്ചത് കൊണ്ട് കുറച്ചൊക്കെ പുറത്തേക്കൊക്കെ പോയിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് ഇതുപോലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. ഒട്ടും പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇട്ട് കിട്ടിയിട്ടുമുണ്ട്. അത് ഒരു ഭാഗത്ത് തന്നെ കൂടി നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്.
എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ഇത് ഒരുപാട് മധുരമൊന്നുമുള്ള കേക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. നല്ല സ്പോഞ്ചി ടെക്സ്ചറിലാണ് ഇത് ഉണ്ടാകുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.